ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ അംഗനവാടികൾ 30 അംഗനവാടികളുള്ളവർക്ക് ഉള്ളതിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിനുവേണ്ട മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്കും അതുകൂടാതെ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മിനി വോളിബോൾ കോർട്ട് നിർമ്മിക്കുന്നതിനും ഓപ്പൺ ജിം ആരംഭിക്കുന്നതിനും ഇങ്ങനെ വിവിധങ്ങളെ എല്ലാ മേഖലയെയും ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുന്നത്. 45,96,52,94 രൂപ വരവും 45,53,17,000 രൂപ ചിലവും 43,35,094 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗവൺമെന്റ് ഇറക്കുന്ന ഉത്തരവുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥന്മാരിലായാലും നിശ്ചിതമായിട്ടുള്ള സർക്കാരിൻ്റെ മാർഗരേഖയിൽ നിന്നുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും മുൻകാലങ്ങളിലും നമ്മൾ അതേ അർത്ഥത്തിൽ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നവകേരള നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജ്യത്തിനും വികസിത രാജ്യത്തിനും മാതൃകയായി നിലകൊള്ളുന്നത് പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തിക ഞെരുക്കവും പദ്ധതി പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നതിനിടയിൽ നമ്മുടെ വിഭവങ്ങളെയും നൈപുണ്യ തൊഴിൽ സേനയെയും ഉപയോഗപ്പെടുത്തി സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൃഷി മേഖലയ്ക്കായി 95,50,000 രൂപയും മൃഗസംരക്ഷണത്തിനായി ക്ഷീരവികസനത്തിനുമായും 58,70,000 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 4,31,80,000 രൂപയും പൊതുമരാമത്തിനായി 5 കോടി രൂപയും കുടിവെള്ളത്തിനായി 37,40,000 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി 82,10,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 1,38,00,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നവമി പ്രസാദ്, കെ കെ അജിത് കുമാരി, ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, 3 പീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.